Shake your hands up. Put your arms down. Put your arms, lift your arms up and cheer on. Hello, everybody. How are you today? It's time to move your body and lean and blend. Bend to the left, bend to the right, bend to the left, bend to the right. Hello, everybody. How are you today? It's time to move your body and learn and play. Hello to my teacher. How are you today? I am gonna listen to what you say. I hope everybody will have a good day. Thank you. Very good, Roshni. റോഷ്നി ചെറിയ നാണം ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു. കേട്ടോ. റോഷ്നി സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലടയാണ്. കല്യാണം കഴിപ്പിച്ചത് അടൂരാണ്. ഇപ്പൊ എന്റെ വീട്ടിലാ. ഇവിടെ പള്ളിപ്പെരുന്നാളായോണ്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് സൈനിങ് ചെയ്യണോട്ട് എല്ലാവരും. കുറച്ച് പേരുള്ള ക്ലാസ്സിലെ 41 പേരുള്ളല്ലോ. ബാക്കിയുള്ളവരോട് പോയി. അനുശ്രീ ക്ലാസ്സിലല്ലേ? അനുശ്രീ അനുശ്രീ ക്ലാസ്സിലല്ലേ? നമ്മുടെ ക്ലാസ്സിലല്ലേ അനുശ്രീ? ആണോ? എന്താ മിസ് കേൾക്കുന്നില്ല? അറിയത്തില്ല മാം. കേൾക്കാമോ? മനസ്സിലാവുന്നില്ല പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ അനുശ്രീ എന്ന് പറഞ്ഞ കുട്ടി ക്ലാസ്സിലാണോ? ഇപ്പൊ കേട്ടു. അറിയില്ല മിസ്. അറിയത്തില്ല മാം, കേട്ടിട്ടില്ല. അനുശ്രീ പേര് കേട്ടിട്ടില്ല. നീ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ചിലപ്പോ കേക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഓൺലൈനിലുണ്ടെന്ന് തോന്നുന്നില്ല മാം. പിന്നെ ആരുടെ സിസ്റ്റർ മരിച്ചെന്ന് പറഞ്ഞില്ല. അത് ആരുടെ സ്റ്റുഡന്റിന്റെയാണ്? ശില്പം. എന്താണ് ക്ലിയർ ആയിട്ട് പേര് പറയാമോ? ശില്പ. ശില്പയാണോ? ശില്പ. ശില്പ. ഓക്കെ ഓക്കെ. ആ കുട്ടിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ചെയ്തിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചെയ്തിരുന്നു മിസ്സേ. ചെയ്തില്ല. ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ എന്താ മാനസികം അത്രയും ഭയങ്കര ഇഷ്ടപ്പെട്ട അനിയത്തി. ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അത് കാരണം പഠിപ്പിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല. പരമാവധി ഞാൻ കുറച്ചാൾ കഴിഞ്ഞാൽ നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞു. ആണോ? പിന്നെ നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറയും. എല്ലാം തുടരുന്നാണെങ്കിൽ അവരോട് വരാണെങ്കിൽ ഒന്ന് പറഞ്ഞു. എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിക്കാം. ക്ലാസ്സിൽ കയറുന്നത് ഒരു റിലീഫ് ആയിരിക്കും എന്ന് പറയാ കുട്ടിയോട്. പറയാം. പറഞ്ഞു നോക്കുക. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ വിട്ടേക്കും. ശരി പറയാം. ടീച്ചേഴ്സ് പറഞ്ഞെന്ന് പറയുമോ? നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ കോണ്ടാക്ട് ചെയ്തോളും. എങ്കിലും ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. ശരി. അത് മിസ്സിനെയാണോ കോണ്ടാക്ട് ചെയ്യാൻ പറയണ്ടേ? ഇല്ല, സാറ് കോണ്ടാക്ട് ചെയ്തോളൂ ആളെ. ശരി. എന്താണെന്നറിയാമോ? വേറെ ശില്പില്ലല്ലേ ക്ലാസ്സില്? വേറെ ശില്പിണ്ടെന്ന് അറിയില്ല. സാറിനോട് വിളിച്ചു പറഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പൊ സാറാ പറഞ്ഞ 2 മാസത്തെ കഴിഞ്ഞു വേറെ ബാച്ച് സ്റ്റാർട്ട് ആവും, അപ്പൊ അതിൽ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞു. എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിരുന്നോ? ഇല്ല. നോ മാം.
യെസ്. നമ്മൾ എവിടം വരെ എടുത്തത്? റോൾസ് ഓഫ് ദ ടീച്ചർ അപ് ടു 6th പോയിന്റ് കഴിഞ്ഞു മാം. അപ്പൊ 7th എന്തോ? റോൾസ് ഓഫ് ദ ടീച്ചേഴ്സ് ഇല്ലേ? നോ മാം, അത് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. 7 പോയിന്റ് കഴിഞ്ഞു. അതിന്റെ താഴത്തെ പാരഗ്രാഫ് കുറച്ച് പറഞ്ഞായിരുന്നു. സോറി. ചോദിക്കട്ടെ, ഏത് പറഞ്ഞായിരുന്നോ? ഈ ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല. ആ ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഏജ് 6 അതാണ്. നമ്മൾ പറഞ്ഞല്ലോ, കോംപ്ലക്സ് സങ്കീർണമായ സാഹചര്യങ്ങളിൽ പറഞ്ഞു മാം, ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ് അല്ലേ? യെസ്. ആൻഡ് ദ ഏജ് 6 ഒരാൾ വായിക്കാമോ? ഞാൻ വിളിക്കാം. പേര് വിളിക്കുന്ന ആളെ വായിച്ചാൽ മതി. Good morning, Miss. Morning. Gina, what is it about? Yes, ma'am. At the age 6, children are not yet fully civilized, but a core of consideration and self-restraint can be seen in children whose attachment in infancy have been safe and whose socialization during the preschool years was given by warm and loving parents. These are parents who have high but considerable maturity expectations, who are consistent in setting limits, who are involved with their children, both to observe them and to play with and enjoy them, who explain the effect of the child's behavior on others, and who concentrate more on teaching what to do rather than on what not to do. Okay, yes. എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? ഏജ് 6 6 വയസ്സുള്ള സമയത്ത് കുട്ടികൾ എങ്ങനെ ആയിട്ടില്ല എന്നാണ് പറയുന്നത്? ചിൽഡ്രൻ ആർ നോട്ട് യെറ്റ് ഫുള്ളി സിവിലൈസ്ഡ്. എന്താണ് സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് സിവിലൈസ്ഡ്? സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നുണ്ടാവുക ഒരുപോലെ ബിഹേവിയർ, മാനർ, അങ്ങനെയൊക്കെ വേ ഓഫ് ലൈഫ്. അതായത് പരിഷ്കൃതരായിട്ടുള്ള എന്നൊക്കെ പറയും നമ്മള്. പരിഷ്കാരികളായിട്ടില്ല, പരിഷ്കൃതരായി വരുന്നില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ ആ ഒരു ഏജിൽ അവര് ഏൺ ചെയ്യുന്നുണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളും ആ ഒരു 6th ഏജിലെ കുട്ടികൾക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരു ഏജ് 6 കുറച്ചൊക്കെ കാര്യങ്ങൾ അല്ലെ? പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും കുട്ടികള് ആ ഒരു ഏജില് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ അവിടെ സിവിലൈസ്ഡ് ആയിട്ടില്ല എന്ന് പറയുന്നത്. 6 വയസ്സിൽ കുട്ടികൾ ഒരിക്കലും പരിഷ്കൃതരായിട്ടില്ല എന്നാണ് ഒക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ആ ഒരു സമയത്ത് ആ ഒരു ഏജിൽ കുട്ടികൾ ഏതൊരു തരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പാരന്റ്സിനോടായിരിക്കും അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുന്നത് അല്ലെ? ഒരു 6 ഏജ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? പാരന്റ്സിനായിട്ട് കുറെ കൂടി ഡിപ്പെൻഡഡ് ആയിരിക്കും അവർ. അതായത് ഇൻഫാൻസിയിലെ അതേ സേഫ് പീരീഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു, അതായത് ആ ശിശുക്കളായിരിക്കുന്ന സമയത്തുള്ള ആ സെക്യൂർ ഫീൽ എന്തായിരിക്കും 6th ഏജിൽ? അത് അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലെ? നമ്മള് ഇപ്പോ എക്സാമ്പിൾ പറയുന്നെങ്കിൽ നമ്മൾക്ക് ഒരു കുഞ്ഞുണ്ടായി, അത് ഒരു എത്ര വയസ്സായാലും നമ്മൾ എങ്ങനെയാണ് കുഞ്ഞു കുട്ടികളായിട്ട് തന്നെയാണ് അവരെ കൺസിഡർ ചെയ്യുന്നത് അല്ലെ? എത്ര വലുതായാലും, പ്രത്യേകിച്ച് 6 വയസ്സായാലും അത് കുഞ്ഞാണെന്നുള്ളൊരു മനോഭാവമാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ പ്രവൃത്തികളും അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറൊക്കെ എങ്ങനെയായിരിക്കും? കുട്ടികളെ പോലെ തന്നെയായിരിക്കും. ആ ഇൻഫാൻസി പീരീഡിലുണ്ടായ അതേ കൊഞ്ചലും അതേ സ്നേഹം അതേ വാശിയും അതേ ഇതൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ല, നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയല്ലേ? നമ്മൾ എത്ര വളർന്നാലും കുട്ടികളെ നമ്മൾ എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളായിട്ട് തന്നെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. ആ ഒരു അറ്റാച്ച്മെന്റ്, ആ പാരന്റ്സിന്റെ ഒരു അറ്റാച്ച്മെന്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് പാരന്റ്സിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെ തന്നെയായിരിക്കണം. അത് കുറച്ചും കൂടെ ഒരു ഏജൊക്കെ ആവണം ആ ഒരു ഇത് മാറണമെങ്കിൽ.
അല്ലെ? ഇപ്പോഴും ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ എങ്കിലും എന്താണ് പാരന്റ്സ് വളരെയധികം കെയർഫുൾ ആയിട്ട് കൊണ്ട് നടക്കുന്ന കുട്ടികളെ കണ്ടു. ഇപ്പോഴും కొంచెం ഭയങ്കര പുന്നാരൊക്കെ ആയിട്ട് നടക്കുന്ന പാരന്റ്സിനെ കണ്ടിട്ടുണ്ടാവും. അതെന്താണ് കുറെ കൂടി ചില കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് കുട്ടികൾ എന്താണ് ഇപ്പോഴും കുറച്ചും കൂടി അറ്റാച്ച്മെന്റിൽ നിന്ന് മാറാത്തവരുണ്ട്, കുറെ കാറ്റഗറീസ്. പക്ഷെ ഒരുവിധ കുട്ടികൾ എന്താണ് ചില സമയത്ത് ഒരു 7 വയസ്സ് 8 വയസ്സാകുമ്പോൾ തന്നെ എന്താണ് നമുക്ക് സ്വന്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഠിക്കും. പാരന്റ്സിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഏറെക്കുറെ എങ്ങനെയായിരിക്കും അറ്റാച്ച്മെന്റ് ആയിട്ട് തന്നെ ആയിരിക്കും അല്ലെ? നമ്മളൊന്ന് ആലോചിച്ചു, എത്ര വളർന്നാലും കുട്ടികളെ നമ്മൾ എങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്? അവരൊന്നും കുഞ്ഞായിട്ട് ഉണ്ടാവും അല്ലെ? എത്ര വലുതായിക്കോട്ടെ എപ്പോഴും ആ ഇൻഫാൻസിൽ ആ ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ അവരെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മള് ആ ഒരു മൈൻഡ് അങ്ങനെ ഇരിക്കുള്ളൂ. ആ ഒരു സ്നേഹവും ആ ഒരു അടുപ്പം ഒരു കുട്ടികളോട് പ്രത്യേകിച്ച് നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 6 വയസ്സുള്ള കുട്ടികൾ ഉണ്ടായിരുന്നിട്ടുണ്ടോ ഇപ്പൊ? യെസ് മാം, 6 വയസ്സ്. അമൃതയുടെ കുട്ടി അമൃതയോട് എങ്ങനെയാണ്? അവളിപ്പോഴും പാമ്പറിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ചെറിയ വാവയുണ്ട് എനിക്ക്. അപ്പൊ ഒരു അമ്മ എന്താ വാവനെ പോലെ എന്നെ കൊഞ്ചിക്കത്ത്? ഞാൻ പറഞ്ഞു മോളെ കൊഞ്ചിക്കാറുണ്ടല്ലോ പറഞ്ഞു. അല്ല, ആമിനെ പോലെ വാവനെ പോലെ എന്നെയും കൊഞ്ചിക്കാം. അതാണ് പാമ്പറിംഗ് ആണ് ഇപ്പോഴും ഇഷ്ടം. യെസ്. അപ്പൊ കുട്ടി അവിടെ എന്താണ് സിവിലൈസ്ഡ് ആയിട്ടില്ല, കുട്ടി ഒട്ടും പരിഷ്കൃതമായിട്ടില്ല, അതായി വരുന്നുള്ളത്. ഇമോഷൻസിൽ ഇങ്ങനെ കെട്ടിപ്പടഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ അത് ഓപ്പൺ ആയിട്ട് ആ ഒരു എന്താ പറയാ കുട്ടികൾ അതിൽ നിന്ന് മാറാത്ത ഡിറ്റാച്ച്ഡ് ആവാത്തത്. ചില കുട്ടികളുടെ ഒരു എന്താണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് മൂലം അത്തരത്തിലുള്ള ഒരു എന്താ പാരന്റ്സിനുള്ള പ്രത്യേക അറ്റാച്ച്മെന്റും ആ ഒരു കുഞ്ഞു സ്വഭാവമൊക്കെ ഇപ്പോഴും മാറാതെ നിൽക്കുന്നത്. ഓക്കെ, യെസ്. At age 6, children are not yet fully civilized, but a core of conservation and self-resistance can be seen in children whose attachment. പക്ഷെ 6 വയസ്സാണെങ്കിൽ കൂടി എന്താണ് കുട്ടികൾ ഒട്ടും സിവിലൈസ്ഡ് ആയിട്ടില്ലെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. കുറച്ചൊക്കെ ആത്മനിയന്ത്രണങ്ങളൊക്കെ എന്താണ് റെസിസ്റ്റ് ചെയ്യാനുള്ള പവറൊക്കെ അവർക്കുണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ വന്നാല് അതൊക്കെ ഒന്ന് എന്താണ് അതിൽ നിന്നൊക്കെ മറികടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാലും അതിനൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനുള്ള പവറൊക്കെ എന്താണ് ഒരു 6 വയസ്സിൽ കുട്ടിക്ക് ഉണ്ടാവും. അങ്ങനെ ഒട്ടും താന്നു പോയിട്ടുണ്ടാവില്ല അല്ലെ? കുറെ കാര്യങ്ങളിലൊക്കെ എന്താണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെങ്ങനെ നിയന്ത്രിക്കണം, അതിനെങ്ങനെ അത് മറികടക്കാം എന്നുള്ളൊരു കപ്പാസിറ്റി ഒക്കെ ഒരു 6 വയസ്സിന് കുട്ടികളില് ഉണ്ടായിരിക്കും. യെസ്, ഇതൊക്കെ ആത്മനിയന്ത്രണം നമുക്ക് കുറെയൊക്കെ കുട്ടികളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ അതിന്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് ആണ്. യെസ്, ഇൻ ഇൻഫാൻസി ഹാവ് ബീൻ സേഫ് and whose socialization during the preschool years was given by warm and loving parents. അവിടെ എന്താ പറയുന്നത്? In infancy have been safe and whose socialization during the preschool years was given by warm and loving parents. എന്താണ് എന്താ അവിടെ പറയുന്നത്? ഇൻഫാൻസി പീരീഡിലെ കുട്ടികൾ എങ്ങനെയായിരിക്കും? ഇൻഫാൻസി പീരീഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾ വളരെയധികം സേഫ് ആണ് അല്ലെ? അതൊരു സേഫ് പീരീഡ് ആണ്. അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ അവരെങ്ങനെയാണ് സുരക്ഷിതരാണ് എപ്പോഴും അല്ലെ? ആ ഒരു സേഫ് പീരീഡിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. And whose socialization during the preschool years was given by warm and loving parents. ആ ഒരു സെക്യൂരിറ്റി കൂടെ തന്നെയാണ് കുട്ടികൾ എന്ത് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് വളരെയധികം കെയർഫുൾ അല്ലെങ്കിൽ ലവിങ് പാരന്റ്സിൽ നിന്നാണ് കുട്ടികളിൽ ആദ്യം തന്നെ എന്ത് സംഭവിക്കുന്നത്? സോഷ്യലൈസേഷൻ അത് പ്രീ സ്കൂൾ ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? പാരന്റ്സിൽ നിന്നുള്ള സ്നേഹം കണ്ടിട്ടാണ് അവർ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കുട്ടികൾ എപ്പോഴാണ്? ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്, പ്രത്യേകിച്ച് അച്ഛനും അമ്മയിൽ നിന്നും. അവിടെയാണ് കുട്ടികൾ എന്ത് സംഭവിക്കുന്നത്? സോഷ്യലൈസേഷൻ, മറ്റൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ കുട്ടികൾ പഠിക്കുന്നതും സ്നേഹം കൈമാറുന്നതും വഴക്ക് അങ്ങനെയുള്ള എല്ലാ ഇമോഷൻസ് ഒക്കെ കുട്ടി മനസ്സിലാക്കുന്നത് ആദ്യം നിന്നാണ്. നമ്മൾ പഠിച്ച പോലെ ആദ്യം പഠിച്ചില്ലേ ഫാമിലി മെമ്പേഴ്സ് എന്നൊരു ഭാഗം പഠിച്ചല്ലേ? ഫാമിലി ഒരു ഫാക്ടറാണ്, ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്തായിരിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്താണ് ഫാമിലി എന്ന്. അപ്പൊ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് കുട്ടി എന്ത് പഠിക്കുന്നത്? കുട്ടി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ബിഹേവിയർ കണ്ടിട്ട്, അതുപോലെ തന്നെ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള മാനേഴ്സും അല്ലെങ്കിൽ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നത്? സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. There are
Parents have high but considerable maturity expectations who are consistent in setting limits who are involved in their children, both to observe them and to play with and enjoy them. അതായത് ഇവിടെ പറയുന്നത് ലവിംഗ് പാരന്റ്സിന്റെ കുറച്ച് ക്വാളിറ്റീസും കൂടിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് വളരെ കെയർഫുൾ ആയിട്ടുള്ള ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാരന്റ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? അവർക്ക് ഹൈലി എക്സ്പെക്ടേഷൻസ് ആയിരിക്കുള്ളൂ കുട്ടികളെ പറ്റി, അല്ലെ? ഭയങ്കര അമിതമായ പ്രതീക്ഷകളായിരിക്കുള്ളൂ. എന്റെ കുട്ടി അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷകളായിരിക്കും. ഓക്കെ, ഒരു ലിമിറ്റ്സ് ഉണ്ടാവില്ല ഒരിക്കലും. അവരെപ്പോഴും എന്താണ് കുട്ടികളുടെ കൂടെ പാരന്റ്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും അവരുടെ കൂടെ തന്നെ ആയിരിക്കും, എല്ലാ കാര്യത്തിലും ബോധേഡ് ആയിരിക്കും. കുട്ടികളുടെ എല്ലാ കാര്യത്തിലും എന്തായിരിക്കും, കുഞ്ഞ് അങ്ങനെയാണ്, എന്തെങ്കിലും അതിന് വേണം, കുഞ്ഞ് അവിടെ വരണം, ഇത് ചെയ്യണം, അത് പഠിപ്പിക്കണം, ഭയങ്കര കൺസിഡേർഡ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഭയങ്കര ഇതായിരിക്കും. അത് മാത്രമല്ല അവർക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തും, അല്ലെ? കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തും. അവരോടൊപ്പം എന്താണ് എൻജോയ് ചെയ്യാനുള്ള സമയം, അല്ലെ? അവരോടൊപ്പം കളിക്കാനും അവരോട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പാരന്റ്സ്. എങ്ങനെയുള്ള പാരന്റ്സ്? ലവിംഗ് പാരന്റ്സ്, പ്രത്യേകിച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാരന്റ്സ് അങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഹു എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് ദ ചൈൽഡ്സ് ബിഹേവിയർ ഓൺ അതേഴ്സ്. എന്താണ് തന്റെ കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ച്. എന്റെ കുട്ടി നന്നായിട്ട് പാട്ട് പാടും, എന്റെ മോൻ അങ്ങനെ നല്ലൊരു സ്വഭാവം ഉണ്ട്, നല്ല രീതിയിലുള്ള മുതിർന്നവരേക്ക് നല്ല രീതിയിൽ ബഹുമാനിക്കും, റെസ്പെക്ട് ചെയ്യും എന്നൊക്കെ മറ്റുള്ളവരോട് തന്റെ കുട്ടിയുടെ സ്വഭാവത്തെ പറ്റി എന്താണ് ടീച്ചറിന്റെ പാരന്റ്സിന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? പുകഴ്ത്തി പറയാന്നൊക്കെ പറയില്ലേ നമ്മള്, വാതോരാതെ അവരെ കുറിച്ച് ഇങ്ങനെ എന്താണ് പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെയുള്ള പാരന്റ്സ്? ലവിങ് ആൻഡ് കെയറിങ് പാരന്റ്സ്. ഓക്കെ, അതാണ് അവരുടെ ഏറ്റവും കുട്ടിയുടെ, അതായത് അവരെ ഏറ്റവും കൂടുതൽ തന്നെ കുട്ടിയോടാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് ഒരിക്കലും അവർക്ക് അവിടെ നിൽക്കുന്നില്ല. അപ്പൊ മറ്റുള്ളവരുടെ എന്താണ് കുട്ടിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ കൂടി എന്താണ് അതിനെ വളരെയധികം ആയിരിക്കും അവരത് പറയുന്നത്. ഇനി അവർ എന്തിനായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാരന്റ്സ്? ആൻഡ് ഹു കോൺസെൻട്രേറ്റ് മോർ ഓൺ ടീച്ചിങ് വാട്ട് ടു ഡു റാദർ ദാൻ ഓൺ വാട്ട് നോട്ട് ടു ഡു. അവർ എന്ത് കാര്യത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? എന്ത് ചെയ്യരുത് എന്നതിനേക്കാൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യാതിരിക്കൽ എന്നതാണ് കുട്ടിയെ അവർ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, അല്ലെ? ഫോർ ടീച്ചിങ് വാട്ട് ടു ഡു റാദർ ദാൻ ഓൺ വാട്ട് നോട്ട് ടു. എന്താണ് എന്ത് ചെയ്യരുത് എന്നതിനേക്കാൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കുട്ടീനെ അവരെ കൂടുതലും പഠിപ്പിക്കുന്നത്. എങ്ങനെയുള്ള പാരന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അല്ലെ? നമ്മള് കുട്ടികളോട് എന്താണ് നമ്മൾ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം എന്നാണോ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാറ് കുട്ടികളോട്? ചെയ്യേണ്ടത് മാത്രമാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? ചെയ്യരുതാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ കുട്ടികൾക്ക്? അങ്ങനെയാണെങ്കിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്? ഓരോരുത്തരൊന്ന് പറഞ്ഞേ. മേഘ്ന ഒന്ന് പറഞ്ഞേ. മാം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇപ്പൊ ലഹരിന്റെ കുറിച്ച് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ മിസ്സേ. അപ്പൊ ഇന്നലെ ഞാൻ രാത്രി എനിക്കൊരു നമുക്ക് ആ ലഹരി ഇപ്പൊ സബ്സ്റ്റാൻസ് യൂസസിനെ പറ്റി, ഈ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ടോപ്പിക് ഒന്ന് ചർച്ച ചെയ്യാം ക്ലാസ്സിലെ ടൈം നോക്കിയിട്ട് കേട്ടോ. നിങ്ങളിപ്പോ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. യെസ്, അത് മാത്രമല്ല സബ്സ്റ്റാൻസ് യൂസിന് മാത്രമല്ല ഇപ്പൊ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞപ്പോ എന്താ, ഇപ്പൊ ദിനംപ്രതി നടക്കുന്നിരിക്കുന്ന ഒരു ഏറ്റവും പിള്ളേരൊക്കെ മറ്റുള്ളവർ കൊലപാതകം ചെയ്യുന്നു. കൊലപാതകങ്ങൾ, അല്ലെ? എല്ലാ ദിവസവും നമ്മുടെ ന്യൂസിൽ എല്ലാ ദിവസവും ഒരു കൊലപാതകം ഇല്ലാത്ത ദിവസം കാണുന്നുണ്ടോ? ഓക്കെ, നമുക്കത് ക്ലാസ് ഒന്ന് കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നിങ്ങളുടെ പോയിന്റ്സ് പറയണം കേട്ടോ. യെസ് മാം. അപ്പൊ ഇന്നലെ എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ കിട്ടി മാം. അത് ഞാന് എനിക്ക് 2 ആൺമക്കളാണ്, ഒരാൾ 4th ഒരാൾ 2nd പഠിക്കുന്നത്. അപ്പൊ അവര് രണ്ടും ഇല്ല. അപ്പം അങ്ങനെയായിട്ട് അപ്പൊ എനിക്കിത് കിട്ടിയപ്പോ എനിക്ക് ഇവരെ കാണിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവർ രണ്ടുപേരും കൂടെ ഇവിടെ അടുത്തിരിച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ സാധാരണ ഒരു മുട്ടായിന്റെ ഒരു രീതിയിലാണ് മിസ്സേ. അപ്പൊ അവരിങ്ങനെ സ്കൂൾ പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്തിട്ട്
അപ്പൊ അതില് ഒരു ടേസ്റ്റ് പിടിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം അവര് പറയുന്നത് ആദ്യത്തെ ഒരു വിത്തൗട്ട് ക്യാഷ് ഇല്ലാണ്ട് മണി ഇല്ലാണ്ടാണ് കൊടുത്തത്. അപ്പൊ പിറ്റേ ദിവസം അവര് പറയുന്നു ഇത് വീട്ടിൽ നിന്ന് അപ്പൊ ഇങ്ങനെ മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഫീസ് അടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് വരണം, എന്നിട്ട് അതിന് 400 രൂപ വില എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പിള്ളേർക്ക് പിറ്റേ ദിവസം കൊടുക്കുന്നു. അപ്പൊ അത് രുചി പിടിച്ച് വീട്ടിൽ ഉണ്ടാക്കുന്നു. അപ്പൊ അവരുടെ മാഷുമാരിങ്ങനെ വിളിച്ച് പറയുന്നു എന്താ വെച്ചാ ഇങ്ങനെ ഫീസ് അടയ്ക്കാൻ വിളിക്കണം. അപ്പൊ ഇവര് പാരന്റ്സ് പറയുന്നു ഞാൻ കൊടുത്തു വിട്ടായിരുന്നു, ഇങ്ങനെ ഇവര് അടച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതിനായിട്ട് ഈ പിള്ളേർ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഈ വീട്ടിലിരിക്കുന്ന അറിയില്ലല്ലോ മിസ്, ഇത് എന്തിനാന്ന് കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയായിട്ട് അവർക്ക് ഒരു ഇതായിട്ട് അത് കാണിച്ചു കൊടുത്താണ് ഇങ്ങനെ ഇതിൽ പോയിട്ട്. അപ്പൊ അവരുടെ മൈൻഡ് അവിടെ അടിച്ചേർത്തി എങ്ങനെയാന്ന് അറിയില്ല. ഇവര് ആര് കൊടുത്താലും അങ്ങ് മേടിക്കും. അതാണ് മക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവര് 4th ഉം 2nd മിസ്സേ. ഓക്കെ. അപ്പൊ അറിയില്ലല്ലോ മിസ്സേ ഇവർക്ക് ആരായില്ല. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഒരു വീഡിയോ കണ്ടതിൽ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്ത മിസ്സേ. അപ്പൊ ഇവര് ആരായാലും എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് ഒരു വഴിയിലിരിക്കുമ്പോ ഒരു കുട്ടി പോകുമ്പോ അതന്നെ മിസ്സേ, അതന്നെ എനിക്ക് ഇന്നലെ അത് എല്ലാ കിട്ടിയതാണ്. സ്കൂളിലും വാട്സപ്പ് ഗ്രൂപ്പിലും വരുന്നുണ്ട്. ആ അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ചെറിയ കുട്ടികളൊന്നും അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അംഗനവാടി പഠിക്കുന്ന കുട്ടിക്ക് പോലും മിഠായിലൂടെ അവരാ കുട്ടിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ പാരന്റ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. എന്റെ മക്കളെ എന്ന് പറഞ്ഞാൽ ആര് തന്നാലും മേടിക്കും മിസ്സേ. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് അത് എനിക്ക് കിട്ടിയപ്പോ. അങ്ങനെയൊക്കെയാ മിസ്സേ. ഓക്കെ, യെസ്, ശരിയാണ്. ഓക്കെ, അപ്പൊ മെഡിനെ കാണിച്ചു കൊടുത്തത് എന്ത് ചെയ്യരുത്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ പറഞ്ഞു കൊടുത്തത് അല്ലെ? യെസ് മാം. യെസ്. അതുപോലെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞേ? ഞാൻ പറയാം മിസ്. നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ അവരെ എന്താ പറയാ ഷെയർ ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ സ്നേഹം പങ്കുവെക്കാനും അതേപോലെ തന്നെ മറ്റുള്ള എന്താ പറയാ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പിന്നെ സോഷ്യലായിട്ട് മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറണ്ടേന്നും ഒക്കെ കുട്ടീനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. യെസ്. അപർണ സനു എന്ന് പറഞ്ഞേ. അപർണ. മാം, ഗുഡ് ടച്ചും ബാഡ് ടച്ചും അതെന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു കൊടുക്കാം. യെസ്, വെരി ഗുഡ്, അത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വേറെ ആരാണ്? മഞ്ജുഷ സുനീഷ്. മഞ്ജുഷ. കുട്ടികൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എന്ത് ചെയ്യരുതെന്ന്? മഞ്ജുഷ പറഞ്ഞോളൂ. മഞ്ജുഷ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. ഗ്രീഷ്മ. പറഞ്ഞേ. മറ്റുള്ള കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കും. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ, ഗുഡ് മാനേഴ്സ് അല്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് മഞ്ജുഷ പറയാവോ? ഞാൻ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പുറത്തുനിന്ന് നമ്മൾ അപരിചിതർ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് അധികം സംസാരിക്കാൻ പോകണ്ട, അവര് വിളിച്ചാലൊന്നും പോകരുത് എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. സോ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ആൺകുട്ടികളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളോട് പറയണം എന്നാണ് എനിക്കൊരു തോന്നിയേക്കുന്നത്. എങ്കിലും ആൺകുട്ടികളോടും സെയിം നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മളുടെ ഞാനൊരു ഒപ്പീനിയൻ പറയാം. 2 പെൺകുട്ടികളാണെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, നമ്മള് അവരൊരിക്കലും പേടിപ്പിച്ചുള്ള രീതിയിൽ പറയരുത്. കാരണം അവർക്ക് ഒരിക്കലും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും അവരെ എല്ലാത്തിലും ഒരു പേടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് ഒരിക്കലും കൊടുക്കരുത്. ആൺകുട്ടികളെ പോലെ തന്നെ അവര് ധൈര്യമുള്ള കുട്ടികളായിട്ട് എന്തെങ്കിലും വളർത്തുന്നത് കേട്ടോ. അങ്ങനെ പേടി ഞാൻ പറഞ്ഞതോളൂ നമ്മൾക്കൊക്കെ പറ്റിപ്പോയ കുറെ കാര്യങ്ങളുണ്ടല്ലേ. നമ്മുടെ പാരന്റ്സ് നമ്മളെ അത് പേടിയാണ് ഇത് പേടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു ആ ഒരു കുട്ടിയെ കൂടി വളർന്നവരാണ് കുറെ പേര് അല്ലെ? നിങ്ങളൊക്കെ 90s ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ പേരൊക്കെ കുറച്ച് പേരൊക്കെ 90s-ലുള്ളവരായിരിക്കും. അല്ലാത്തൊരു കാലഘട്ടം നമ്മുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ അവര് പറയുന്നതൊക്കെ കേട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ധൈര്യം പോലും കംപ്ലീറ്റ് ആയിട്ട് തന്നത് ശരിക്കും നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. നമുക്കപ്പം എല്ലാത്തിനും ഒരു പേടി, ഒരു ലിമിറ്റേഷൻസ് വന്നു തുടങ്ങി, എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വന്നു തുടങ്ങി. പക്ഷെ ഇന്നത്തെ കാലത്ത് റെസ്ട്രിക്ഷൻസ് ഒക്കെ വേണം, പക്ഷെ അവരെ നല്ല ധൈര്യമുള്ള എന്ത് കാര്യം ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ഉള്ളവരായിട്ട് മാത്രമല്ല നമുക്ക് പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ പോലെ തന്നെ അഭിപ്രായങ്ങളുള്ളവരാണ് അവർ. അപ്പൊ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്തിനും ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ പാരന്റ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ? നിങ്ങൾ ആസ് എ പാരന്റ്സ് എന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും.
അപ്പൊ അത് വെച്ചിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളെ നല്ല നല്ല ധൈര്യമുള്ളവരായിട്ടാണ് വളർത്തിയിരുന്നത് കേട്ടോ. യെസ് മാം. മാം ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നത്. എൻ്റെ മോള് ഇപ്പൊ ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ പഠിപ്പിക്കാൻ വന്ന സാറ് ഭയങ്കര ചീത്ത പറച്ചിലും ചെവിക്ക് പിടുത്തവും അങ്ങനെ ഉപദ്രവങ്ങളും, പിന്നെ സാറിന്റെ വായിന്ന് വന്നത് നമ്മൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു സാറിന്റെ വായിന്ന് വന്നുകൊണ്ടിരുന്നത്. വെച്ചാല് സെക്ഷലി ഉള്ള ടോക്കല്ല, അല്ലാതെ കുട്ടികളോട് മോശമായിട്ട് ഇപ്പൊ കൊരങ്ങൻ, കടലമ്മ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് എന്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തുണ്ടെങ്കിലും വീട്ടിൽ വന്ന് പറയണമെന്നുള്ളത് കൊണ്ട് ആള് കിടക്കാൻ നേരത്താ വന്ന് പറയുന്നത്. ഞാൻ രാത്രി ആയപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ സാറ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എന്നെ തല്ലാറുണ്ട്. ആൾ LKG പഠിക്കുന്നത്. പക്ഷെ ആളെന്നോട് പറഞ്ഞു വന്നിട്ട് രാത്രിയായപ്പോൾ പറഞ്ഞു, അമ്മ എന്നെ സാറ് എപ്പോഴും ചീത്ത പറയും, ചെവിക്ക് പിടിക്കും. അപ്പൊ എന്നിട്ട് സാറ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഉപദ്രവിക്കുന്ന വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും നിങ്ങളെ തല്ലും എന്ന് പറഞ്ഞു. എന്റെ മോളത് സ്കൂളിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു. ടീച്ചറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നുണ്ട് ആളോട്, പക്ഷെ ആള് ഓൾറെഡി ഫീസൊക്കെ മേടിച്ചത് കൊണ്ടിട്ട് അയാളെ നമുക്ക് ആനിവേഴ്സറി അടുത്തെത്തി, അപ്പൊ ഒന്നും നമുക്ക് പറഞ്ഞു വിടാനും പറ്റില്ല, നമ്മുടെ പ്രോഗ്രാം മുടങ്ങുമല്ലോ. അപ്പൊ ടീച്ചർ പറഞ്ഞു എന്തായാലും വന്നിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ആനിവേഴ്സറിയുടെ അന്നത്തെ ദിവസം തന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പിള്ളേരോട് സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം. കുട്ടികൾ അവർ കുഞ്ഞു കുട്ടികളാണ്, അവരോട് സാറ് ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണ പോലെ അവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഇതിലാ പറഞ്ഞത്. അപ്പൊ സാറ് എന്നോടും കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. സാറ് പറഞ്ഞു PTL എന്തുണ്ടെങ്കിലും PTL പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും PTL പറയും. അപ്പൊ എൻ്റെ മോളോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സാറിനോട് പറഞ്ഞേക്ക്, പഠിപ്പിക്കാൻ വന്നെങ്കിൽ സാറ് പഠിപ്പിച്ചോ, പക്ഷെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ എന്തെങ്കിലും ഉപദ്രവിക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് വരും എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ മോൾ അതുപോലെ തന്നെ ചെന്ന് പറഞ്ഞു സ്കൂളിൽ. എൻ്റെ മോള് അതുപോലെ തന്നെ ടീച്ചറിനോട് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആയുഷ്വി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, കുട്ടികളെ അങ്ങനെ പേടിപ്പിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്, അങ്ങനെയുള്ള അധ്യാപകരുണ്ട്. അധ്യാപകന്മാർക്ക് കുറെ പേര് ഇപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും കേസസ് കേട്ടിട്ടുള്ളത്. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുന്നോട്ടെ കൃഷ്ണമാത. ഒന്നും പറ്റില്ലെങ്കിൽ കുട്ടിയെ ക്ലാസ് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. നമ്മ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവരെ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് നോക്കേണ്ടത്. കുട്ടിയെ ക്ലാസ് മാറ്റാ അല്ലെങ്കിൽ സ്കൂളിൽ മാറ്റുക, ഇതിലുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. അവരവരുടെ സ്വഭാവം മാറ്റില്ല, അവർക്ക് അതൊരു നേച്ചറാണ്. ചിലപ്പോ അതെന്തൊരു ബാഡ് ഹാബിറ്റ് ഉള്ള ഒരാളായിരിക്കാം. അപ്പൊ നമ്മുടെ കുഞ്ഞിനെയാണ് സേഫ് ആക്കുന്നത്. പക്ഷെ ഈ സാറ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, അവിടെ പഠിപ്പിക്കുന്നതല്ല, ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാ, പുറത്തുനിന്ന് വന്നതാ. ഇനി പുള്ളീനെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ്. ഞങ്ങൾ പറഞ്ഞു ഇനി പുള്ളീനെ വിളിക്കണ്ട, നമ്മളുടെ കുട്ടികളുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം, അപ്പൊ അതുകൊണ്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചേഴ്സും നേരത്തെ ഓൾറെഡി അത് ഫിക്സ് ചെയ്തു, ഇനി വിളിക്കില്ല എന്നുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ബാഡ് ടച്ച്, ഗുഡ് ടച്ചിനെ കുറിച്ച് പറഞ്ഞു, ഗുഡ് മാനേഴ്സ്, സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കൂലേ? ഐശ്വര്യ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കൂലേ പിള്ളേരെ? സെൽഫ് ഡിഫൻസ്, വെരി ഗുഡ്. അത് പറഞ്ഞു കൊടുക്കണം അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു ആര്യാ. അതെ, നമ്മളിപ്പോ കുട്ടികളെ ഇപ്പൊ ഓരോ കാര്യം ഓരോരുത്തരും പറഞ്ഞില്ലേ, അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ പറഞ്ഞ എന്ത് കാര്യമാണോ അത് പുറത്തു പോയി പറഞ്ഞ നമുക്കല്ലേ എന്റെ നാണക്കേട്. പിള്ളേരോട് നമ്മൾ പറയില്ലേ, വീട്ടിൽ പറയുന്ന കാര്യം വീട്ടിൽ തന്നെ പറയണം, അല്ലാതെ പുറത്തു പോയി വേറൊരിടത്ത് പറയരുത് നമ്മൾ പറയില്ലേ? പറഞ്ഞു കൊടുക്കും അല്ലേ? നമ്മുടെ നടക്കുന്ന കാര്യം നമ്മുടെ പാരന്റ്സിനോട് വന്ന് പറയണം. ശരിയാ, വെരി ഗുഡ്. നല്ല പോയിന്റ് ആണത്. ചിലപ്പോ ചില കുട്ടികളെ പേടിച്ചിട്ട് പറയാത്തതാണ്, നമ്മളോട് പറയില്ല. ചിലപ്പോ അവർക്ക് ഫ്രണ്ട്സിനോട് പറയും, പിന്നെ അങ്ങനെ അറിഞ്ഞ് അത് തിരിച്ചവര് എല്ലാവരും അറിഞ്ഞ ശേഷം വീട്ടിൽ അറിയാൻ പോകും. പേടിയോട് സംഭവിക്കുകയാണ്. അപ്പൊ ആ പേടിയാണ് നിങ്ങൾ ആദ്യത്തിൽ എടുത്ത് മാറ്റുന്നത്. പേടി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പേടി ഉണ്ടായിരിക്കണം നിങ്ങളോട്, എങ്കിലും നിങ്ങളോട് ഏറ്റവും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അത് ആദ്യമേ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങളുടെ ഹസ്ബൻഡ് മോളോട് പറയില്ലേ, മൂത്ത മോളാണ്, മോളോട് പറയും ആരും മിഠായി തന്നാലും മേടിക്കരുത്, അച്ഛനോ അമ്മയോ അല്ല അച്ചാച്ചനോ ആരെങ്കിലും തന്നാൽ മാത്രമേ മേടിക്കാവുള്ളൂ, ആരോടെ പോവരുതെന്നൊക്കെ പറയും. അപ്പൊ മോളോട് ഇങ്ങനെ പറയണെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളപ്പോ എന്താണ് ആദ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം? എന്ത് ചെയ്യണം എന്നതിനേക്കാൾ എന്ത് ചെയ്യരുത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ?
ഇപ്പോഴത്തെ ഒരു സമൂഹത്തെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അതിൽ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് അല്ലെ. അതിൽ 1-2 പോയിന്റ്സ് മാത്രമേ കുറച്ച് നമുക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലത്തെ ഒരു സമൂഹം ആയിക്കഴിഞ്ഞു നമ്മൾ അല്ലെ. മാം മറ്റുള്ളവരുടെ സാധനങ്ങൾ അവരുടെ അനുവാദം കൂടാതെ എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ള പോയിന്റ്സ് കുട്ടികളോ എന്തെങ്കിലും ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റലി ആയിട്ട് ബോഡി ഷെയിം പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നീ കറുത്തതാണ് തടിച്ചതാണ് അങ്ങനെയൊന്നും ഒരിക്കലും മറ്റൊരു കുട്ടീനെ നോക്കി പറയരുതെന്ന് പറയണം. ബോഡി ഷെയിം ചെയ്യരുതെന്നുള്ളത് നമ്മൾ വിലക്കണം അല്ലെ. ഓക്കെ. പിന്നെന്താണ് പിന്നെ പിള്ളേർക്ക് മാർക്കൊക്കെ പറയുകയാണെങ്കിൽ ഇവരെ കളിയാക്കാൻ പാടില്ല. എന്താണ് മേഘ്ന പറഞ്ഞത്? മാം റെഫ്യൂസ് ടു ഷെയർ, പിന്നെ ഡിസൊബേ പാരന്റ്സ് ആൻഡ് എൽഡേഴ്സ് അവരുടെ. ഫിസിക്കലായിട്ട് അവരെ പരിശീലിപ്പിക്കണം. കരാട്ട, നീന്തൽ, അവർക്ക് സ്വയം രക്ഷ എന്തിനായാലും സ്വയം രക്ഷ ചെയ്യാനായിട്ടുള്ളൊരു ചങ്കുറപ്പ് അവർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പോ കുറെ പെൺകുട്ടികളെ കാര്യം പറഞ്ഞു. ഇനി ആൺകുട്ടികൾക്ക് നിങ്ങൾ എന്താണ് ഒരു ഉപദേശം കൊടുക്കുന്നത്? എവിടെങ്കിലൊക്കെ പോവാണെങ്കിലേ വാരി വലിച്ച് തിന്നാതിരിക്കുക. അത് ടേബിൾ മാനേഴ്സ് ഒക്കെ നമ്മൾ ചെറിയതിലേ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അല്ലെ. ടേബിൾ മാനേഴ്സ്, അവിടെ പോയി എങ്ങനെയാ നിൽക്കുന്നത്, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് അവർ പഠിച്ചോളും. വലിയ കുട്ടികളാവുമ്പോ അവരോട് പറയാ മറ്റേ ബാഡ് കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യണത് അതേപോലെ അവരെ കൂടെ ഇരുന്ന് ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു തെറ്റിലേക്ക് പോവരുത്. അവരും കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. തെറ്റ് തിരുത്താനും കൂടിയുള്ള ഒരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഒരു പോയിന്റ് കൂടെ ഉണ്ടായി. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ അല്ലെ. അനാവശ്യ വാക്കുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? ബാഡ് ലാംഗ്വേജസ് അല്ലെ. വളരെ മോശമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതൊന്നില്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർ എന്തെങ്കിലും വീഡിയോസോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ ചുറ്റുപാടിൽ നിന്ന് ഏതെങ്കിലും ആരെങ്കിലും എന്നൊക്കെ വഴി എന്താണ് കുട്ടികൾ അത് ഗെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പരസ്പരം അച്ഛനമ്മമാർക്ക് തല്ലുപിടിക്കുന്ന സമയത്തോ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെ. അത് കുട്ടികളത് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, കുട്ടികള് നമ്മളുടെ വിചാരം നമ്മളാണ് കുട്ടികളെ ഏറ്റവും ശ്രദ്ധിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണത് അല്ലെ. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അത് നമ്മൾ പോലും അറിയുന്നില്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഏറ്റവും മോശമായ വാക്കോ അല്ലെങ്കിൽ നോട്ടുമോ അത് അതേപോലെ തന്നെ എന്താണ് അത് ക്യാച്ച് ചെയ്യും. പിന്നീട് അത് കുഞ്ഞു കുട്ടികളല്ലേ, കുഞ്ഞിതായി വലുതായി പിന്നെ എന്താണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മള് ഈ പാരന്റ്സ് കുട്ടികളുടെ മുമ്പിൽ നിന്ന് വഴക്ക് കൂടാതിരിക്കേണ്ടത്. നിങ്ങളത് പറയുന്നതല്ല പറയുന്നത്. വഴക്ക് കൂടുമ്പോൾ നമ്മൾക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ നമ്മൾ പലതും പറയും അല്ലെ. പരസ്പരം നമുക്ക് ആ സമയത്ത് യാതൊരു ഒന്നും നോക്കില്ല. ചുറ്റും എന്താ പറയാ, കണ്ണൊന്നും ഇല്ലാന്നല്ല പറയില്ല. ഇഷ്ടമില്ലാത്ത വാക്കൊക്കെ അങ്ങ് പറഞ്ഞു. പക്ഷെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ അവരുടെ മുമ്പിൽ ഇരുന്ന് ഒരിക്കലും നമ്മളെന്താണ് പാരന്റ്സ് തമ്മിൽ തല്ലിപ്പിടിക്കുന്നത്. ഓക്കെ. പിന്നെ മിസ്സേ, നമ്മളുടെ പ്രകൃതിയെ നശിപ്പിക്കാണ്ട് നോക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റ് വെക്കണം ഓരോ പരസ്യങ്ങളും കാര്യങ്ങളും നശിപ്പിക്കരുത്. മാം, എൻ്റെ ഒരു ഫ്രണ്ട് TTC പഠിച്ചിട്ട് ഇപ്പൊ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അവള് പറയുന്ന LP കഴിഞ്ഞ് ഇപ്പൊ UP പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ. അപ്പൊ അവള് പറഞ്ഞ അവരുടെ ചില വേർഡ്സ് കേൾക്കുമ്പോ പിന്നെ ക്ലാസ്സിനെ പോവാൻ തോന്നില്ല. ബാഡ് വേർഡ്സ് തന്നെ പറയുന്നു. അതെ അതെ, ബാഡ് വേർഡ്സ് പറയുന്നവരുണ്ട്. ടീച്ചേഴ്സിനോടും പറയുന്നു. അതെ, കുട്ടികളോട് മാത്രമല്ല, ടീച്ചേഴ്സിന് എന്തെങ്കിലും നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകുന്ന അവളോട് തന്നെ പറയുന്നത് കുട്ടികൾ. പ്രത്യേകിച്ച് ട്രെയിനീസിന് അവർക്കറിയാലോ ശരിക്കും ഒരു ടീച്ചർ അല്ല ട്രെയിനിങ് ആണെന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അതിനനുസരിച്ച് പെരുമാറുള്ളൂ. നമ്മളുടെ പിന്നെ മൗലിക കടമകളൊക്കെ ഉണ്ടല്ലോ. മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക, മോശം വാക്കുകൾ പറയാതിരിക്കുക, അതുപോലെ തന്നെ മൃഗങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, മനുഷ്യരെ സഹായിക്കുക. അതൊക്കെ നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ലേ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും അവരത് ചെയ്യുമെന്നുള്ളതെല്ലാം നമുക്ക് യാതൊരു ഉറപ്പില്ല. മാം, ഞാനൊരു കാര്യം പറയട്ടെ.
നമ്മളില്ലേ ഇപ്പം നമ്മളെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ പറയും മോനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. ഇപ്പൊ കൊക്കക്കോള കുടിക്കരുത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്, അവരുമായിട്ട് കൂട്ടുവരുത്. നമ്മളൊരു +2 വരെ നമ്മളെ മക്കളെ കൂടെ ഇങ്ങനെ വളർത്തിയിട്ട് ചെയ്യണം ചെയ്യരുത് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം നമ്മളൊരു +2 കഴിയുമ്പോൾ അവരെ കുറച്ചൊന്ന് പുറത്തേക്ക്, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന എറണാകുളത്തായിരുന്നു. അപ്പൊ എറണാകുളത്ത് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടി ഇതേപോലെ +2 വരെ എപ്പോഴും അമ്മ വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയി അമ്മമാര് വിളിച്ചു നോക്കും, സ്കൂളിൽ വിളിച്ചു നോക്കും, പിന്നെ വണ്ടിയിൽ ഏത് വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യുന്ന വെച്ചാൽ അവരെ വിളിച്ചു നോക്കും. അങ്ങനെ വിളിച്ച് വളർത്തി ഒരു +2 കഴിഞ്ഞിട്ട് അവൾ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ എറണാകുളം പോലൊരു സ്ഥലത്ത് കൊണ്ട് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ ഹോസ്റ്റലിലാക്കിയിട്ട് അങ്ങ് പോയി. എന്നിട്ട് അവൾ അന്ന് രാത്രി അവളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയാ, നിങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് പോയിട്ട് ഭയങ്കര ഫ്രീഡമാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ അടച്ചിട്ട് വളർത്തിയ ആ ഒരു എക്സ്പീരിയൻസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ ആ ഒരു എൻവയോൺമെന്റ് നല്ലോണം എൻജോയ് ചെയ്യും. ഇപ്പൊ നമ്മൾ പെപ്സി കുടിക്കരുത്, കൊക്കക്കോള കുടിക്കരുത്, അതേപോലെ ജങ്ക് ഫുഡ് അതൊന്നും കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് നോക്കാൻ യാതൊരു ആൾക്കാരും ഉണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇത് കുടിച്ചാൽ ഇപ്പൊ എന്താ, എല്ലാരും കുടിക്കുന്നുണ്ട്, ടിവിയിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ട് കുടിക്കുന്നത്, അപ്പൊ കുടിച്ചു നോക്കാം. ആ ഒരു ചെയ്യരുത് എന്ന് പറഞ്ഞ് വളർത്തുന്ന കാര്യങ്ങള് അങ്ങനെ ഒരു സർവൈവ് ചെയ്യാത്ത ചെയ്യുള്ളൂ. നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. അത് ഞാനൊരു കാര്യം അതല്ല മിസ്റ്റർ, ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അവരെ നല്ല രീതിക്ക് സ്നേഹിക്കുകയാണെങ്കിൽ ഒരു കുട്ടികളും വഴിതെറ്റി പോവില്ല. എന്റെ മോന്റെ കാര്യം ഞാൻ പറയാം. എന്റെ മോൻ സത്യം പറയാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മോനായിട്ടുള്ള ഇതുകൊണ്ട് പറയണതല്ല. ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവന് വൈകിട്ട് പുറത്തേക്കാനോ കൂട്ടുകെട്ടിലേക്കും കാര്യങ്ങൾക്കൊന്നും വിടില്ല. വൈകിട്ട് അവൻ ഫുട്ബോൾ കളിക്കാൻ പോയി വന്ന് നേരെ വീട്ടിൽ വരും. കടയിലേക്ക് നമ്മൾ പറഞ്ഞയക്കുകയാണെങ്കിൽ നേരെ കടയിൽ പോയി നേരെ വരും. കൂട്ടുകെട്ട് കുറച്ചും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എനിക്ക് പേടിയാണ് പുറത്ത് വിടാനായിട്ട്. ഇപ്പോഴത്തെ ലോകം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അവൻ അതേപോലെ തന്നെ വീട്ടിൽ ഒതുങ്ങി കൂടണ ഒരു പ്രകൃതമായി മാറി. ഇപ്പൊ എന്റെ എല്ലാ ബന്ധുക്കളും എന്നെ പറയാ, നീ ആ കുട്ടീനെ പുറത്തേക്ക് വിടാണ്ട് ലോകത്ത് ആൾക്കാരായിട്ടുള്ള ഒരു മിംഗ്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ കുട്ടികൾ ഒരിക്കലും സോഷ്യലൈസ് സംഭവിക്കില്ല. അങ്ങനെ വീട്ടിൽ ഇരുത്തേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളെ മേലെ ക്ഷമിപ്പിക്കണം. അവരതിന്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പിന്നെ അവര് പോവില്ല. അപ്പൊ ഞാൻ അവനോട് പുറത്തേക്ക് പോകുമ്പോഴായാലും ഞാൻ പറയും, കണ്ണ വേറെ കൂട്ടുകെട്ടിലൊന്നും പോവരുത്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അങ്ങനെ ആദ്യത്തെ ടെൻഷൻ എടുത്ത് പറയുമ്പോ എന്നെ ചീത്ത പറയാം. അമ്മയ്ക്ക് എന്താ, എന്റെ കൂട്ടുകാരൊക്കെ പല രീതിക്ക് നടക്കണവരുണ്ട്. എന്റെ മോനിപ്പോ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യണ കേട്ടാ. പല രീതിക്ക് നടക്കേണ്ടവരുണ്ട്. എനിക്കറിയാം എങ്ങനെ നടക്കണ്ടേന്ന്. അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ വഴിതെറ്റി പോവാണെങ്കിൽ ഞാൻ എന്നേ പോയേനെ. ഞാൻ അങ്ങനെയൊന്നും പോവില്ല. അമ്മ പേടിക്കൊന്നും വേണ്ട. പക്ഷെ ഓക്കെ, യെസ്. അപ്പൊ നമ്മള് സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് അല്ലെ. നെക്സ്റ്റ് ഞാൻ നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു ഡിബേറ്റ് പോലെ ചെയ്യാം. ഡിബേറ്റ് അല്ല, ഒരു ഡിസ്കഷൻ. ഓക്കെ, എന്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ? എന്തിനെ പറ്റിയായിരുന്നു? കൊലപാതകം അല്ലെ. നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ന്യൂസിൽ ഏകദേശം 150ഓളം കൊലപാതകങ്ങളാണ് ഈ അടുത്ത് കേരളത്തിൽ നടന്നത്. 150ഓളം. ഓരോ പ്രദേശങ്ങളിൽ, ജില്ലകളിൽ ഓരോ പ്രദേശങ്ങളിലായിട്ട് തന്നെ 350ഓളം കേസുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന കേസുകൾ. ചെറിയ കുട്ടികളല്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. എന്തിന്റെ പേരിലാണ് കുഞ്ഞിനെ കൊന്നത്? വാക്കുതർക്കം ഉണ്ടായതല്ലേ, വാക്കുതർക്കം ഉണ്ട്. പക്ഷെ ആ കുഞ്ഞ് അവിടെ പഠിക്കുന്നൊന്നും അല്ല. അതെ, ട്യൂഷൻ ക്ലാസ്സിൽ എന്തോ സെറ്റ് ഓഫിന്റെ പ്രോഗ്രാമിന് എന്തോ ഡാൻസ് കളിച്ചിട്ട് പോവുകയോ അങ്ങനെ എന്തോ. എപ്പോഴും നമുക്ക് കാരണങ്ങൾ വ്യക്തമല്ലേ. കാരണങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോഴും ഒന്നിന്റെയും കാര്യങ്ങൾ വ്യക്തമായിരിക്കില്ല. അതൊക്കെ എന്താണ്, അതൊക്കെ എന്തെങ്കിലും ഒരു കാര്യമാണോ ഒരു കൊലപാതകം നടത്താനുള്ള? തമ്മിലുള്ള ഈഗോയുടെ ഒക്കെ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ശരിക്കും പറഞ്ഞ ഇപ്പൊ കൊല ചെയ്യണം, പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് എല്ലാവരും കൊല ചെയ്യുന്നത് അല്ലെ. ഒരു സാധനം ചോദിച്ചാൽ തന്നില്ലെങ്കിൽ അപ്പൊ തന്നെ കൊന്നു കളയാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ ആയപ്പോ നമ്മള് ഇന്ന് മുതലേ ഇന്നും അനി അങ്ങോട്ടെ പാരന്റ്സ് ആയിക്കോട്ടെ, വീട്ടിലുള്ള കുട്ടികളായിക്കോട്ടെ, അലേർട്ട് ആയിട്ടിരിക്കണം നമ്മള്. സത്യം പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോലും നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകും നമുക്ക് അറിയില്ല. എപ്പൊ എന്ത് സംഭവിക്കും എന്നറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ചേച്ചിയും മകളും കൂടി വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി അവര് വെറുതെ വണ്ടി ഓടിച്ചാണ്. കുറെ വന്ന ഒരാൾ വന്ന് തലക്കടിച്ചിട്ട് മാല പോയി. ആള് മരിച്ചു, 2 പേരും മരിച്ചു.
എന്താണ് എന്ത് പറയാ, നമ്മൾ എന്ത് ബട്ട് വിശ്വസിച്ച് മാം എന്ത് ആ കുട്ടി വിശ്വസിച്ച് മരിച്ചതിന് ശേഷം അവർക്ക് അതിനൊരു കുറ്റബോധം ഇല്ല എന്നുള്ളതാണ്. പൊതുവില്ല. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ ഏറ്റവും ട്രാപ്പഡ് ആയിട്ടുള്ള ലോകത്തിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല, അകത്തിരിക്കാനും പറ്റില്ല. അകത്തിരുന്നാൽ എന്താണ് അപകടമാണ് സംഭവിക്കുക അല്ലെ? അവർക്ക് കുത്തി തുറന്ന് വീടൊക്കെ തുറന്നു ഒരു കൊലപാതകം നടക്കാൻ സിമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെ പുറത്തോട്ട് പോയാലും നമ്മൾ ഒരിടത്ത് ഇപ്പൊ സേഫ് അല്ല, ആരും സേഫ് അല്ല. അത് നിങ്ങൾ അലർട്ട് ആയിട്ടില്ല. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും നമുക്ക് പ്രതിരോധിക്കാവുന്ന ഒരു കപ്പാസിറ്റി നമ്മളാൽ സ്വയം ഉണ്ടാക്കിയെടുക്കണം. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ എല്ലാവരോടും, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ളവരോട് ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഒരു കാരണവശാലും തൊട്ടടുത്ത വീടുകളിലേക്ക് കുട്ടികളെ വിടരുത്. അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരെയും വേണ്ട. പുറത്തു നിന്നൊരു സംസാരത്തിനല്ലാതെ നിങ്ങൾ ആരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ആരും വേണ്ട. അങ്ങനെയുള്ള സമൂഹമാണ്. ആരുടെ മൈൻഡ് എപ്പം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എത്ര അടുപ്പുള്ളവരായിക്കോട്ടെ, എത്ര അടുപ്പുള്ളവരായിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ പറയുന്നേക്കാം. ശരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ അമ്മമാരെന്ന നിലയിൽ ശ്രദ്ധിക്കണം. കാരണം എത്ര അടുപ്പുള്ളവരായിക്കോട്ടെ ആ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? വീട്ടിൽ തന്നെ ഉള്ളവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സമയവും കാലഘട്ടവും ആയി. അങ്ങനെയായി നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ കലിയുഗം എന്നൊക്കെ പറയും അല്ലെ? കലിയുഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു പേര് മനസ്സിലാവും എന്താണെന്ന് ഉദ്ദേശിച്ചത്. അപ്പം എന്താ പറയാ, പുറത്ത് പോകുമ്പോഴും ഒക്കെ നിങ്ങൾ വളരെയധികം സേഫ് ആയിട്ട് പോകാൻ ശ്രമിക്കാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിനോട് ഒരു സേഫ്റ്റി ഇല്ല. ഇപ്പോഴത്തെ സൊസൈറ്റി അങ്ങനെയാണ്. ഒരു കാരണവശാലും കുട്ടികളെ രാത്രി പുറത്തു പോകാനോ അതുപോലെ തന്നെ നിങ്ങളും രാത്രി യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരുമിച്ചാണെങ്കിലും ഹസ്ബൻഡ് ഉണ്ടായിക്കോട്ടെങ്കിലും മാക്സിമം പകലൊന്നും രാത്രിയൊന്നും ഇല്ലെങ്കിലും രാത്രിയാണ് ഈ അപകടങ്ങൾ കൂടുതൽ. മയക്കുമരുന്ന് കഴിച്ചിട്ട് ഇവന്മാര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സമയത്താണ്. ചിലപ്പോ വെറുതെ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് തോന്നുള്ളൂ, പക്ഷെ ഈ ലഹരിയിലായിരിക്കും ആള് നിൽക്കുന്നത്. നമ്മള് കാണുമ്പോൾ അവർക്ക് വേറെ എന്തൊക്കെയായിരിക്കും തോന്നുന്നത്. ആ സമയത്ത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വളരെയധികം നമ്മൾ അലർട്ട് ആയിട്ടിരിക്കുക കേട്ടോ. പ്രത്യേകിച്ച് എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരാളുടെയും കൂടെ വിടാൻ നിൽക്കുന്നത്, കസിൻസിന്റെ കൂടെയോ ആരുടെ കൂടെ വിടണ്ട. അവരുടെ ഒന്നും ആ ലാസ്റ്റ് ഉത്തരവാദിത്വം ഒന്നും ആരും ഏറ്റെടുക്കും. ഓക്കെ, അപ്പൊ അതില് ശ്രമിക്കാം. മനസ്സിലാവില്ലേ പറയുന്നതിന്റെ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇത്രയും കൊലപാതകങ്ങളെ പറ്റിയിട്ട്? ഈ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു ഞാന്. ഒരു ടീച്ചർ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ടീച്ചർ പറയുന്നത് ചൂരൽവടി വീണ്ടും ടീച്ചേഴ്സിന്റെ കയ്യിൽ കൊടുക്കണം എന്നാണ്. കാരണം ആ സമയത്ത്, കാരണം അന്നത്തെ കാലം എന്ന് പറഞ്ഞാല് പേടിയാണ്. ടീച്ചർമാര് തല്ലും എന്നുള്ളൊരു പേടി ഉണ്ടാവും കുട്ടികൾക്ക്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല്, എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാര് തല്ലും എന്നുള്ള ഒരു ഭയം ഉള്ളത് കൊണ്ടിട്ട് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അവർ തെറ്റുകൾ ചെയ്യുന്നില്ല എന്നല്ല, തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഭയം കാരണം ടീച്ചർമാരുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടും എന്നുള്ള. ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. ഇപ്പൊ ടീച്ചർ തല്ല കേസ് കൊടുക്കണല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. കേസ് കൊടുക്കണമെന്നല്ല, ഇമോഷണലി വീക്ക് ആവുന്നു. ടീച്ചർ തല്ലിയെന്ന് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരെ അങ്ങനെയായ കുട്ടികളുടെ മാനസികാവസ്ഥകൾ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വന്നത്. പിന്നെ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾക്ക് പേടിയായിരുന്നു അധ്യാപകരെ അല്ലെ? വടി എടുക്കണ്ട എങ്കിൽ പോലും അവരെ വരുന്ന അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല ഇപ്പോ. ഇതൊക്കെ മാറി. അങ്ങനെ വളർന്നു ചൂരൽ എന്നുള്ള ഒരു ഭാഗം തന്നെ എന്താണ് സ്കൂളുകളിൽ നിന്ന് മാറ്റി. ഞാൻ ഒരുപാട് കുട്ടികളെ തല്ലിയിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് തല്ലുണ്ടാവുന്നവരോടും തല്ലിയിട്ടുണ്ട്. പക്ഷെ തല്ലേണ്ടി വരാ, തല്ല് കഴിഞ്ഞവർക്ക് മനസ്സിലാവും. പിന്നെ എത്ര കുട്ടികളെ നടങ്ങി അതിരിക്കുന്നത്. നിങ്ങളൊക്കെ സ്കൂളിൽ പോയി തല്ലാന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു സമയത്ത് ഞാൻ കോച്ചിങ് പഠിപ്പിക്കാൻ പോയ സമയത്തൊക്കെ തല്ലു വരും. എന്നുവെച്ചാൽ അത്രയും കുട്ടികൾ ഭയങ്കര മോശമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ചില സമയം ചില വായിൽ വരുന്ന വാക്കുകൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തല്ലാനല്ല ശരിക്കും തോന്നുന്നത്. ചിലർ ചെയ്യണത് അത്ര ചെയ്തു പോകുന്നത് എന്താണ്, അത്ര അസഹ്യമായിട്ടുള്ള വർത്തമാനങ്ങളാണ് അവർ പറയുന്നത്. പഠിപ്പിക്കുന്നതിൽ കൂടുതൽ വേണ്ടാത്ത അശ്ലീല വാക്കുകളൊക്കെ പറയാനാണ് കുട്ടികൾക്ക്. നമ്മൾ കേൾക്കാൻ പറ്റും. ക്ലാസ് ബെഞ്ചിൽ ഇരുന്നാലും പറയുന്നത് ചെറുതായിട്ടൊക്കെ പറയും. നമ്മൾ എന്തെങ്കിലും വഴക്ക് പറയുമ്പോ അങ്ങനെ ഇങ്ങനെ കുറുക്കാൻ തുടങ്ങില്ലേ, കുറുക്കുമ്പോൾ എന്താണ് അശ്ലീല ചെറുള്ള വാക്കുകളായിരിക്കും പറയുന്നത്. അപ്പൊ ഒരെണ്ണം കൊടുക്കുക. അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ
കുറെ ഒരു ദിവസം കുറച്ച് ക്ലാസ് മര്യാദ ഇരിക്കും, പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഗ്രീഷ്മ പറഞ്ഞ ശരിയാണ്, ചൂരല് കൊണ്ടുവരണം, സത്യമായിട്ട് അത് കൊണ്ടുവരണം. ഇപ്പൊ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ഒരു 10ാം ക്ലാസ് എത്തണ്ട, ഒരു 8 അങ്ങോട്ട് ഹൈസ്കൂൾ അങ്ങോട്ട് കഴിയുമ്പോ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ കൂടുമ്പോ കൂടുതലും ഈ ഗേൾസ് ഓൺലി ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് കുറച്ചും കൂടി ഒരു ഇതുള്ളതെന്ന് തോന്നണം. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ കോയഡ് ആവുമ്പോ പിന്നീട് അവര് ഒരുമിച്ച് കോയഡായിട്ട് പഠിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡവും അങ്ങനെയുള്ള രീതിയിലുള്ള ടോക്കും ഒക്കെ വരുമ്പോൾ അവരും കൂടുതലും, പിന്നെ പോരാത്തതിന് ഈ ഡ്രഗ്സിന്റെ യൂസേജും ഇപ്പൊ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ചുറ്റിപ്പറ്റി ഇതിന്റെ ഒരുപാട്, ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്, ഇവിടെ ഒരുപാട് കേസസ് ഉണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ താമസിക്കുന്ന അടുത്ത് അപ്പുറത്തെ സ്റ്റോപ്പിൽ തന്നെ ഒരുപാട് കുട്ടികൾ, ഇപ്പൊ ഞങ്ങളുടെ കടയുടെ അടുത്ത് ഇവിടെ ഞങ്ങൾ കുറച്ച് ഒരു സ്റ്റോപ്പിന്റെ അവിടെ നിങ്ങൾ കുറച്ച് പോന്നിട്ടാ എന്റെ വീട്. ഞാനവിടെ 5 വർഷം പഠിച്ചിരുന്നത് മഹാരാഷ്ട്ര. അപ്പൊ ഉണ്ടായിരുന്നു, നമുക്കറിയാം എറണാകുളത്തെ ക്രൈം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു 11 മണിക്ക് നമ്മള് റോട്ടിലേക്ക് പോയാല് ആ ഒരു കലുങ്കിന്റെ അവിടെ ഒരു കലുങ്കുണ്ട്, അവിടെ എത്ര ആൺകുട്ടികളാണെന്ന് വന്നിരിക്കുന്നത്. നമ്മള് എറണാകുളത്തേക്ക് പോയാൽ കാണാം. ഞങ്ങൾ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്രൈവിന് പോയായിരുന്നു, ഞങ്ങളെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ കണ്ടതാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നേരിട്ട് കണ്ടതാണ്, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഒരു 12 മണിയെങ്കിലും ആയിട്ടുണ്ട് ആ സമയത്ത്. ഒരു എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങൾ എന്തെന്ന് എനിക്കറിയാം, കുറച്ച് പേർക്ക് പെൺകുട്ടികളുണ്ട്. എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. പക്ഷെ ചിലവര് പറയും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തില് ചില ഭയങ്കരമായിട്ട് പാരന്റ്സ് വൾഗറായിട്ട് പെൺകുട്ടികളെ ഡ്രസ് ചെയ്യിക്കുന്നത്, അവരുടെ ശരീരത്തിന് പോലും നോക്കാതെ വൾഗറായിട്ട് ഡ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് പറയും അവരുടെ ഫ്രീഡത്തിനല്ലേ, ഫ്രീഡം നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ആ ഫ്രീഡം വെച്ചിട്ടാണ് പല പെൺകുട്ടികളും പല അപകടങ്ങളും ചാടിയിട്ടുള്ളത്. കാരണം ഡ്രസ്സിങ് എന്ത് മോശമാണെന്നറിയാവോ കുട്ടികളിലേക്കൊക്കെ. വലിയ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്, ചെറിയ കുട്ടികളുടെ പാരന്റ്സ് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ മാക്സിമം അവരുടെ ആവശ്യമായ ഭാഗങ്ങൾ കവർ ചെയ്യുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ. എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ഒരുപാട് പാരന്റ്സിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് സ്കൂളുകളിൽ വരുമ്പോഴേക്ക് ഭയങ്കര മോശമായിട്ടാണ്. ഇപ്പൊ ജീൻസും ടോപ്പ് ഇടണ്ടാന്ന് ഒരിക്കലും പറയില്ല, പക്ഷെ അതിലൊരു മാന്യമായ ഒരു വസ്ത്രധാരണ രീതി നിങ്ങളായിരിക്കണം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. വീട്ടിലിട്ടോട് വീട്ടിൽ ഷോർട്സ് അല്ല വേണ്ടിയിട്ടുള്ളൂ. പുറത്ത് പോകുമ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണോട്ടോ. നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ. അപ്പൊ പെൺകുട്ടികളുള്ള പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. മാം, അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഇപ്പൊ 5 സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ വരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതെ, അത് മാത്രല്ല ഇപ്പൊ ഈവൻ K-dramas ആണെങ്കിൽ പോലും എല്ലാ കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കുന്നത് പാരന്റ്സ് ശ്രദ്ധിക്കണ്ടേ അത്? കാരണം അതിന്റെ ആവശ്യമില്ല. കുട്ടികളുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി കുട്ടികളുടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റീലിന്റെ ആണ്. ഇപ്പോ AI-ന്റെ ഒരു കളി തന്നെ നടക്കുന്നുണ്ട്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും അത് മാറ്റാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു ഫോട്ടോയെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ അതിലൊരു ഒരു സ്ത്രീ വന്നിരുന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അതില് അവരുടെ പണ്ട് ന്യൂഡായിട്ടുള്ള ചെറുപ്പത്തിലെ ന്യൂഡായിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാരന്റ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവര് ചെറുപ്പത്തിലൊരു മെമ്മറി ആയിട്ട് അവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അത് ഭാവിയിൽ അത് വൾഗറായിട്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും AI ഇപ്പോ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാനും അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികളുടെ ഡ്രസ്സിങ് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായെങ്കിലും പറഞ്ഞോളൂ. ചിലവര് ആ ഒരു ഫാഷൻ എന്ന രീതിയിൽ അതൊക്കെ വളരെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിത നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ആൺകുട്ടികളുടെ ഡ്രസ്സിങ് ശ്രദ്ധിക്കണം കേട്ടോ. അത് വേണ്ടാന്നല്ല പറയുന്നത്, എങ്കിലും ഏറ്റവും കൂടുതൽ ഇരയാവുന്ന ആരാണ്? പെൺകുട്ടികൾ തന്നെയാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തു പോകുമ്പോഴും വീട്ടിലാണെങ്കിൽ കൂടി എന്താണ് നല്ല രീതിയിലുള്ള വസ്ത്രധാരണം തന്നെ അവരിപ്പോഴേ പഠിപ്പിക്കുക. അപ്പൊ പിന്നെ അത് മാറില്ല. നമ്മളെപ്പോഴും നല്ല മാന്യമായിട്ട് ഡ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് പണ്ട് നമ്മളുടെ പാക്സ് ചെയ്താൽ അത് മാത്രമൊരു ഉപകാരമില്ല അല്ലെ? ഉപകാരം ഒരുപാട് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. നമ്മളോട് മാന്യമായിട്ട് ഡ്രസ് ചെയ്യാനുള്ളത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതെവിടെ ഇപ്പോഴും നമ്മൾ അതേപോലെ നിലയ്ക്ക് എവിടെയെങ്കിലും മോശമായിട്ട് നമ്മൾ പോകുന്നുണ്ടാവും.
ഇല്ല നോ മാം. മാം. കുട്ടികളുടെ അല്ല, നമ്മുടെ പാരന്റ്സിന്റെ ആരോട് ഞാൻ ചോദിച്ചത്. ഇല്ല, കൂടിപ്പോയ ഒരു ജീൻസിന്റെ ഒപ്പം ഇടും, അല്ലാതെ നമ്മൾ അതില് അതിൽ കവിഞ്ഞൊരു മോശമായ വസ്ത്രധാരണ രീതിയിലേക്ക് ഒരിക്കലും നമ്മുടെ എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരുപാട് പേര് അങ്ങനെയൊക്കെ ഇല്ല. അതെത്ര നമ്മൾ ഇനി എന്തോരം പോയി കഴിഞ്ഞാൽ നമ്മളുള്ളത് ആ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. കുറെ പേരൊക്കെ മാറിയിട്ടുണ്ടാവും, എങ്കിലും അത് അവരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ മാറിയതായിരിക്കും. എങ്കിലും നമ്മൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നല്ല ഒരു മാന്യമായ വസ്ത്രധാരണ രീതി തന്നെ. അഫ്കോഴ്സ് മിക്കവാറും എല്ലാവരും ചുരിദാർ തന്നെയാണ്, അത് വിട്ടൊരു കളിയില്ല. മോഡേൺ ആവണമെന്ന് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞ. എന്താണ് അങ്ങനെ ആവുമ്പോഴും നമുക്കൊരു ഭയങ്കര മോഡേൺ ആണെന്ന് കംഫർട്ടബിൾ അല്ലാത്തത് തോന്നും. നമ്മൾ ഒരിക്കലും കംഫർട്ടബിൾ അല്ലാത്തതില്ല. പക്ഷെ കുട്ടികളൊന്നും അങ്ങനെയൊന്നല്ല, അവിടെ എന്താണെങ്കിലും കംഫർട്ടിനൊരു പ്രത്യേകത ഒന്നുമില്ല. എന്ത് ഇങ്ങനെയാണെങ്കിൽ കിട്ടും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമുള്ളൂ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്. കേരളത്തിലേ ഇങ്ങനെ നടക്കുള്ളൂ. നമ്മളുടെ കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ നടക്കുള്ളൂ. നമ്മളെ പുറത്ത് എങ്ങനെ നടന്നാലും അവര് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി അങ്ങനെയാണ്. അവർ ചെറുപ്പം മുതൽ അങ്ങനെയാണ്. പാരന്റ്സ് ആണെങ്കിലും പുറത്താണെങ്കിലും അവർ സോഷ്യലി ആണെങ്കിലും എനിക്ക് തോന്നുന്നു അവര് ആ ഒരു കൾച്ചറിൽ വളരുന്നത് കൊണ്ടിട്ട് അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ല. പക്ഷെ കേരളം അങ്ങനെയല്ല, അവർ ഒതുക്കി പിടിച്ച് നടക്കുന്നവരാണ് കൂടുതലും. പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യിങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നാനും അത് വേറെ രീതിയിലേക്ക് പോകാനും എക്സ്പോസ് ചെയ്തൊരു ഡ്രസ് ചെയ്താലേ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നുള്ള തോന്നലാണ് കുട്ടികൾക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചെയ്യാനില്ല, പറഞ്ഞു മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കൊച്ചിന് 6 മാസമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പുറത്തേക്കും കടയിലൊക്കെ പോകുമ്പോഴേക്ക് കണ്ടിട്ട് ഈ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കളിപ്പിക്കും. കടയിൽ ചെന്ന് കഴിഞ്ഞാ നിറച്ച ആളുണ്ടാവും കളിപ്പിക്കാനായിട്ട് ആ കൊച്ചിനെ, എന്റെ മോളെ കളിപ്പിക്കാനായിട്ടെ. നമുക്ക് കാണുമ്പോ ഭയങ്കര പേടിയാവും. എന്താ വെച്ചാ അവളിങ്ങനെ ഇങ്ങനെ കണ്ണടയ്ക്കാതെ കണ്ണ് ചിമ്മാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാ മോളെ. അങ്ങനെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ ജാസ്തി. കൂടുതലും ശ്രദ്ധിക്കണത് എന്ത് കളിപ്പിക്കാന്നറിയോ? കുട്ടികൾക്ക് ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടോ? എവിടെയാണ്? സ്കൂളിലാണോ? എക്സാമിന് പോയോ? വീട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ല, 6 മാസമായിട്ടുള്ളൂ മിസ്സേ. എല്ലാവരോടാ ചോദിച്ചത്. ജാസ്മിന്റെ കുഞ്ഞ് മനസ്സിലായി എനിക്ക് 6 മാസമായത്. ബാക്കിയുള്ളവരോടാ. സ്കൂളിൽ പോയി. നിങ്ങൾക്ക് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നവരെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ അല്ലേ? പോയി തിരിച്ചു വരുന്നവരെ എല്ലാവരുടെയും അതെ മാം. സൂക്ഷിക്കണം. അവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അവരോട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് പേടി ഉണ്ടായിക്കോട്ടെ കേട്ടോ. പക്ഷെ ധൈര്യവും കൊടുക്കണം, പേടിക്കാന്നല്ല, ധൈര്യവും കൊടുക്കണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറികടക്കാനുള്ള ആ ഒരു എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വിദ്യകൾ. ഒരിക്കലും പേടിക്കരുതെന്ന് പറയണം. പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പേടി നമ്മളെ തളർത്തിക്കളയും. അപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. ഇത്ര കൊലപാതകങ്ങൾ, ഇത്ര മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ അവർ ന്യൂസൊക്കെ കാണുന്നുണ്ടോ? അത് നിങ്ങളൊന്നും കൂടി പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അത് ചെയ്യരുത്, ഏറ്റവും അപകടമാണ്, ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കോ. ഓക്കെ, ചെറിയ കുട്ടിയൊന്നും നോക്കണ്ട, നിങ്ങൾ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. പേടി ഉണ്ടായിക്കോട്ടെ. മാം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരാണ്? സൽമ. പറയൂ. മാം നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഫോൺ കണ്ടത്, ഞാനെല്ലാം ഒരു ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ഇപ്പൊ ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ സ്വന്തമായിട്ട് ഫോണാ. അവര് നിങ്ങൾ പറഞ്ഞില്ലല്ലോ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക്? കൊടുക്കാറുണ്ട്, പക്ഷെ ഉപയോഗിക്കാറുണ്ട്. ഭയങ്കര കരച്ചിലായിരിക്കും. ആ ഒരു മൊബൈൽ ഫോൺ ഉള്ളതാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് കുറെ ശ്രമിക്കാറില്ല. എനിക്ക് തോന്നുന്നു കൊറോണ കാലം വന്നു കഴിഞ്ഞപ്പോ എക്സാമിന്റെ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം കുട്ടികൾക്കൊരു മോശം അവസ്ഥ വന്നിട്ടുണ്ടല്ലോ, അത് ഭയങ്കര അവസ്ഥ തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പൊ എല്ലാ കുട്ടികളുടെയും ഉണ്ട്. ഇതിൽ പോകാൻ തുടങ്ങിയത്.
ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ക്ലാസ്. സൈൻ ഔട്ട് ആരാണ്? Yes, Miss. Good morning, Miss. Good morning to all my friends. I am Archana from Kottayam. Today's Adiramam class. Its class is very interesting and beautiful class, and happy to learn about new things. Thank you so much for the class take today. I understand today's class. Now I say a small thought. Today's hard work, tomorrow success. Thank you, Miss, and thank you all my friends. ഓക്കെ, ഇപ്പൊ അർച്ചന പറഞ്ഞ പോലെ അർച്ചന ബാക്കി എല്ലാ സ്റ്റുഡൻസിനോട് കൂടിയാണ് പറയുന്നത്. ഈ സൈൻ ഔട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾ പറയാറുണ്ട്. അത് ഞാൻ പറയട്ടെ, ഒരു സത്യസന്ധമായിട്ടായിരിക്കണം സൈനിങ് ഔട്ട് ചെയ്യേണ്ടത്. കാരണം ക്ലാസ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അതേപോലെ തന്നെ പറയണം കേട്ടോ. അപ്പൊ ക്ലാസ് ഇച്ചിരി മോശമായിരുന്നെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ പറയണേ. എല്ലാ ദിവസവും ക്ലാസ് ബ്യൂട്ടിഫുൾ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നത്. അന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് അതേപോലെ തന്നെ നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ പറയണം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളത് സത്യസന്ധമായിട്ട് പറയണം. അതിനൊരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ക്ലാസ് എന്നുള്ളത്. അപ്പൊ മോശമാണെങ്കിൽ മോശമാണ് അത് ഇവിടെ പറയണം. നമ്മുടെ ക്ലാസ്സിൽ നമ്മളോട് തന്നെ പറയണം കേട്ടോ. ഓക്കെ, അത് നല്ല കാര്യം. അപ്പൊ ഞങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ പിന്നീട് അടുത്ത ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. പല കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, അലേർട്ട് ആയിട്ട് ഇരിക്കണം കേട്ടോ. Thank you, Miss. ഓക്കെ മാം. Okay, ma'am. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ.